മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് വളരെ പ്രധാനപ്പെട്ട അല്ലെ ചില പരീക്ഷ പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട്, വിഗ്രഹിക്കുക, സന്ധി നിർണയിക്കുക അല്ലെ, അല്ലെങ്കിൽ പിരിച്ചെഴുതുക എന്നൊക്കെ നമ്മൾ കാണും അല്ലെ. അപ്പൊ ചില നിയമങ്ങൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സന്ധി എന്ന് പറയുന്ന നിയമം. ഓക്കെ, അപ്പൊ അതെന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഈ കറക്കി കുത്തി വന്നിട്ട് നമ്മളത് തെറ്റ് അല്ലെ സംഭവിക്കില്ല. നമുക്ക് ഫുൾ മാർക്കും അങ്ങനെ നേടാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പൊ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണങ്ങളുടെ ചേർച്ചയാണ് നമ്മൾ സന്ധി എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് വർണ്ണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം അല്ലെ. എന്താണ് വർണ്ണം എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വർണ്ണം? ഒരു ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയാ. ഇപ്പൊ നോക്കൂ, ഇതെന്താണ്? ഒരു ഭാഷയിലുള്ള അക്ഷരമാണ് അല്ലെ. മലയാളത്തിലുള്ള ഒരു അക്ഷരമാണ് ക, വ, പ, ത അല്ലെ. ഇതൊക്കെ എന്താണ്? മലയാളത്തിലുള്ള അക്ഷരങ്ങളാണ്. അപ്പൊ ഇവയെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ ക എന്ന് പറയുന്ന അക്ഷരത്തെ നമുക്ക് ക അധികം ആ എന്ന് എഴുതുമ്പോഴാണ് ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നത്. വ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാണ്? വ് അധികം ആ എന്ന് ചേരുമ്പോഴാണ് വ എന്ന അക്ഷരം ഉണ്ടാകുന്നത്. പ് അധികം ആ എന്ന് എഴുതുമ്പോഴാണ് പ് എന്ന അക്ഷരം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഏറ്റവും ചെറിയ ഭാഷയിലെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? വർണ്ണങ്ങളാണ്. ഓക്കെ, ഈ വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സന്ധി എന്ന് പറയാ. പ്രധാനമായും 4 മാറ്റങ്ങളാണുള്ളത്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഇങ്ങനെ 4 സന്ധികളാണ് നമുക്ക് മലയാളത്തിലുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് നോക്കാം? ലോപസന്ധി എന്താണ് എന്ന് നോക്കാം. ലോപസന്ധി. അപ്പൊ വേഗം ഓർത്തു വെച്ചോളൂ. ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോപസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേഗം പറയൂ. അറിയാമോ നിങ്ങൾക്ക്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോവുക, അല്ലെങ്കിൽ എന്തായി പോവാണ്? ഇല്ലാതായി പോകുക, ലോപിച്ചു പോവുക. ഇതിനെയൊക്കെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയാ. ഉദാഹരണം പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവും. കണ്ടില്ല അല്ലെ. കണ്ടില്ല എന്ന് പറയുന്ന ഒരു വാക്ക് അതെങ്ങനെയാ നമ്മൾ എഴുതുക? കണ്ട് അധികം ഇല്ല. നമ്മൾ അതെങ്ങനെ വായിക്കുന്നു? കണ്ടില്ല എന്ന് വായിക്കും അല്ലെ. കണ്ട് അധികം ഇല്ല എന്നാണ് എന്താകുന്നത്? കണ്ടില്ല ആവുന്നത് അല്ലെ. അപ്പൊ കണ്ടില്ല എന്നല്ല നമ്മൾ പറയാം, കണ്ടില്ല എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള അല്ലെ ചന്ദ്രകല, ഉകാരം അല്ലെ, ഉകാരമല്ല ചന്ദ്രകലയെ നമ്മൾ എന്ത് പറയും? സംവൃതോകാരം. എന്ത് പറയും? ചന്ദ്രകല എന്ന് പറഞ്ഞ അപമാനിക്കരുത്, അതിന് വേറെ പേരൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. സംവൃതോകാരം അല്ലെ. ഈ സാധനം എന്തായി പോവാണ്? ലോപിച്ചു പോവാണ് അല്ലെ. എന്നിട്ട് എന്താവുന്നു? കണ്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി ഒരു ഉദാഹരണം നോക്കിയേ. വരാതിരുന്നു. എന്താണ്? വരാതിരുന്നു. അതെങ്ങനെ വായിക്കാം? വരാതെ അധികം ഇരുന്നു അല്ലെ. വരാതെ അധികം ഇരുന്നു അല്ലെ. വരാതിരുന്നു എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തോ ഒന്ന് ലോപിച്ചു പോയിട്ടുണ്ട്. എന്താണ് ലോപിച്ചു പോയത്? വരാതെ ഇരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ല വരാതിരുന്നു എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, വരാതെ ഇവിടെ ഒരു എകാരമുണ്ട്, അത് ലോപിച്ചു പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ള ചില ലോപസന്ധിയും ആഗമസന്ധികളും ഒക്കെയാണ് ടീച്ചർ ഉദാഹരണം വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, അടുത്തെത്തിയതും അല്ലെ. എന്താണ്? അടുത്തെത്തിയതും എന്നൊരു വാക്കുണ്ട്. അടുത്തെത്തിയതും അല്ലെ. അതെങ്ങനെ എഴുതാം? അടുത്ത് അധികം എത്തിയതും അല്ലെ. അടുത്ത് അധികം എത്തിയതും എന്നുള്ളതാണ്. ഈ ചന്ദ്രകല എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിരിച്ചെഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? 2 ഭാഗത്തും എന്താണ്? ആ പദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ശരിയായ രൂപമാണ്, ശരിയായ ജോഡിയാണ് എന്ന് നമ്മൾ ഉദാഹരണങ്ങൾ തരുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ അത് 2 ഭാഗത്തും കൃത്യമായിട്ടുള്ള വാക്കുകൾക്ക് കൃത്യമായ അർത്ഥമുണ്ടോ എന്ന് നോക്കണം അല്ലെ. പിന്നെ കഴിച്ചിട്ട് അധികം ഇറങ്ങാൻ, ഇതൊക്കെ അതിനകത്തുള്ള ലോപസന്ധിയുടെ ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള സന്ധി എന്ന് പറയുന്നത് ഏതാണ് സന്ധി? ആഗമസന്ധി. ആഗമസന്ധി അല്ലെ. പുതുതായി ഒരാള് വരികയാണ് കേട്ടോ ചെയ്യണേ. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് പുതുതായി ഒരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കി നിങ്ങള് ടീച്ചർ എഴുതാം.
തിരുവോണം. എന്താണ്? തിരുവോണം. എങ്ങനെ എഴുതുക? തിരു അധികം ഓണമാണ് എന്തായി മാറുന്നത്? തിരുവോണമാവുന്നത് അല്ലെ. അപ്പൊ നമ്മൾ തിരു ഓണം എന്നല്ല പറയാം, തിരുവോണം എന്നാണ്. അപ്പൊ ഇവിടെ ഒരാള് പോയി അല്ലെ, ഈ ഓ എന്ത് ചെയ്തു? മാറി. അവിടെ എന്തായി? വാ വന്നു അല്ലെ. അപ്പൊ പുതിയൊരാള് വന്നു അല്ലെ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായിട്ട് വരികയാണ്. ആരാ വന്നത്? വകാരമാണ് ഇവിടെ പുതുതായിട്ട് വന്നത് കേട്ടോ. അപ്പൊ തിരുവാതിര, അതുപോലെ തിരുവാതിരയും ആഗമസന്ധിയാണ്. കുറേയേറെ അല്ലെ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഏതാണ് ഒരു പദം? കുറേയേറെ. അപ്പൊ എന്താണ്? കുറെ അധികം ഏറെ. അപ്പൊ ഇങ്ങനെ ഒരു വർണ്ണം പോയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു പദം, മറ്റൊരു വർണ്ണം വരികയാണ്. അതേപോലെ നോക്കിയപ്പോൾ, നോക്കിയധികം അപ്പോൾ, അതുവരെ അധികം ഉള്ള അല്ലെ. അപ്പൊ ഇതാണ് എന്തിന്റെ ഉദാഹരണങ്ങള്? ആഗമസന്ധിയുടെ ഉദാഹരണങ്ങള്. ഇനി ആദേശസന്ധിയാണ്. ആദേശസന്ധി അല്ലെ. ആദേശസന്ധി എന്താണ് ആദേശസന്ധിയുടെ പ്രത്യേകത എന്നറിയാമോ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോവുകയും ചെയ്യുന്നുണ്ട്, ഒരു വർണ്ണം വരുകയും ചെയ്യുന്നുണ്ട്. ആഗമസന്ധിയും ലോപസന്ധിയും ഒരേ സമയം ഇവിടെ സംഭവിക്കുന്നുണ്ട്, ആദേശസന്ധിയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കി നിങ്ങള്, വിൺ അധികം തലമാണ് എന്തായി മാറുന്നത്? വിണ്ഡലം എന്ന പദമായി മാറുന്നത്. ഓക്കെ, വിൺ അധികം തലമാണ് വിണ്ഡലം എന്ന പദമായി മാറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? താ പോയിട്ട് താ പോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യാന്ന്? ഡാ വരുന്നു, എന്നിട്ട് അതെന്താവുന്നു? വിണ്ഡലമാകുന്നു. നമ്മളുടെ ടെക്സ്റ്റിൽ നോക്കൂ, മണൽക്കുന്നുകൾക്കിടയിലൂടെ എന്നുള്ള പാഠഭാഗത്തിൽ നോക്കിയേ നിങ്ങള്. സത്യത്തിൽ അല്ലെ. സത്യത്തിൽ എന്ന് പറഞ്ഞാൽ സത്യം അധികം ഇൽ എന്നത് എന്തിന്റെ ഉദാഹരണമാണ്? ആദേശസന്ധിയുടെ ഉദാഹരണമാണ്. അടുത്തത് ഇങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്. ഇനി നോക്കിയേ, കാലത്തെ കാലം അധികം ഏ. പിന്നെന്താണ്? സുരക്ഷിതം അധികം മാർഗം അധികം അതൊക്കെ ഏതാണ്? ആദേശസന്ധിയാണ്. ഇനി ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്, ദ്വിത്വസന്ധി. ഏതാണ്? ദ്വിത്വസന്ധി. എന്താ ദ്വിത്വസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ദ്വിത്വസന്ധി എന്ന് പറയാം അല്ലെ. ഇപ്പൊ നമ്മൾ പറയും എന്താണ്? അരിപ്പൊടി, വളപ്പൊട്ട് അല്ലെ, നമുക്ക് നമ്മൾ പറയില്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ദ്വിത്വസന്ധിയാണ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റിലെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്? ചാടിക്കയറി അല്ലെ. ചാടി അധികം കയറി. ഇവിടെ കകാരം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. അടുത്ത എന്താണ്? പുൽക്കെട്ട്. എന്താണ്? പുൽക്കെട്ടാണ്. പുൽ അധികം കെട്ടാണ് എന്തായി മാറുന്നത്? പുൽക്കെട്ടായി മാറുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധികൾ എന്ന് പറയാ. അങ്ങനെ പ്രധാനമായും 4 സന്ധികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ സന്ധികളുടെ മാറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ഇതേ ഉദാഹരണങ്ങളായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും? ഉദാഹരണങ്ങൾ മാറി, വാക്കുകൾ മാറി എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? പഠിച്ചു വെക്കണം. സന്ധികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എഴുതണം കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ.